ഗാസയെ ആക്രമിക്കുന്ന ഇസ്രായേലിലേക്ക് സാധനം കൊടുത്ത് സഹായിക്കുന്ന സ്റ്റുഡിയോയുടെ ഉടുപ്പ് വാങ്ങൂല എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു പിടുത്തം കിട്ടില്ല, അന്തവും കുന്തവും കിട്ടില്ല. രാജ്യസ്നേഹം അല്ലെങ്കിൽ യുദ്ധത്തിലെ ഇരകളോടുള്ള സ്നേഹം എന്നൊക്കെ ഇതിനെ നിർവചിക്കുന്നുണ്ട് അതത് ആളുകൾ അതത് സമയത്ത് ഇഷ്ടം പോലെ. അപ്പൊ ടാറ്റയുടെ നിയന്ത്രണത്തിലുള്ള സ്റ്റുഡിയോക്കപ്പുറത്തുള്ള സംഗതികളൊക്കെ ബഹിഷ്കരിക്കുമോ? അമേരിക്കയ്ക്ക് ചെമ്പട്ട് വിരിക്കുന്ന സൗദിയെ ബഹിഷ്കരിക്കുമോ? വിമാനയാത്ര ഇല്ലാതാകുമോ? തുർക്കിയിലേക്കുള്ള യാത്ര വെട്ടിയ രാജ്യസ്നേഹികൾ റഷ്യയോടുള്ള സമീപനം എങ്ങനെ കൈക്കൊള്ളും? തലചുറ്റി പോകും. വ്യത്യസ്ത രാജ്യങ്ങളുടെ ഇമാതിരി ഇരട്ടമുഖം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിൽ നമ്മളും കൂടി ഇടപെടാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന്. അതിനിടയിൽ കുരുങ്ങിപ്പോകുന്നവരാണ് നമ്മൾ പൗരർ. ഈ ബന്ധവൈചിത്ര്യങ്ങളെ രസകരമായി അവതരിപ്പിച്ച വി അബ്ദുൽ ലത്തീഫിന്റെ ഒരു നിരീക്ഷണം ഞാൻ നിങ്ങളെ അവതരിപ്പിച്ച് വായിച്ച് കേൾപ്പിക്കാം. തലചുറ്റി പോകരുത്, ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ കേൾക്കണം. അബ്ദുൽ ലത്തീഫ് എഴുതുന്നത് ഇങ്ങനെയാണ്: രാജ്യതന്ത്രം. ഇന്ത്യ പാകിസ്ഥാനോട് മുട്ടിയപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ചത് തുർക്കിയും അസർബൈജാനും. ഇന്ത്യയെ പിന്തുണച്ചത് ഇസ്രായേലിന് എണ്ണ നൽകുന്നത് അസർബൈജാൻ. വെടിക്കോപ്പ് നിർമ്മാണത്തിനുള്ള ഉരുക്ക് നൽകുന്നത് തുർക്കി. ഇന്ത്യയുടെ വജ്രായുധമായ ബ്രഹ്മോസിന് സാങ്കേതിക സഹായം ചെയ്തത് റഷ്യ. വ്യോമ പ്രതിരോധ സംവിധാനം തന്നതും റഷ്യക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ സഹായിച്ചതോ ഇറാന്റെ ശത്രു ആരാ? ഇസ്രായേൽ. റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഉക്രൈന് പാട്രിയറ്റ് മിസൈൽ കൊടുത്തത് ഇസ്രായേലിനെതിരെ തൊടുക്കാൻ ഇറാന് ബ്രഹ്മോസിന്റെ വല്യേട്ടനായ സിർക്കോൺ മിസൈൽ കൊടുക്കുന്നത് റഷ്യ. ഇന്ത്യയുടെ ഫ്രണ്ട് അമേരിക്കയിലെ സൈനികാഭ്യാസ പരിപാടിയിലെ മുഖ്യ അതിഥിയോ പാക് സൈനിക മേധാവി. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് മധ്യസ്ഥം നിൽക്കുന്നത് ഖത്തറുമായി ആയുധ കരാർ ഉണ്ടാക്കുന്നത് ഇസ്രായേലുമായി കരാറില്ല എന്ന് പറയുന്നതോ സൗദി ചെമ്പട്ട് വിരിച്ച് സ്വീകരിക്കുന്നത് ആരാ? അമേരിക്കയെ. ആവോളം ആയുധവും പണവും കൊടുത്ത് ഇസ്രായേലിനെ കാത്തുപോരുന്നത് ആരാ? അമേരിക്കയുടെ ശത്രുക്കൾ താലിബാൻ, ഐസിസ്, അൽ-ഖ്വയ്ദ. ഇസ്രായേലിന്റെ ശത്രു സിറിയയിലെ അസദിനെ തുരത്തുന്നതോ ഐസിസിന് ആയുധം കൊടുക്കുന്നത് ആരാ? തുർക്കി ഇന്ത്യയുടെ ശത്രു. നമ്മളെ ചൊറിഞ്ഞ പാക്കികളെ സഹായിച്ചവർ തുർക്കി. റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ നമ്മൾ ഉക്രൈന് ഡ്രോൺ കൊടുത്തത് തുർക്കി. പറഞ്ഞു വരുമ്പോൾ ശരിയാകുന്നില്ലല്ലേ? വേറൊരു മട്ടിൽ എഴുതി നോക്കാം. അതായത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന ഇസ്രായേലിനെ ചൊറിയുന്ന ഇറാന് സഹായം ചെയ്യുന്നത് റഷ്യ. നമുക്ക് സഹായം തരുന്നവർ റഷ്യയുടെ ശത്രുവായ ഉക്രൈന് ആയുധം നൽകുന്നത് തുർക്കിയാണ്. ഇന്ത്യയുടെ ശത്രുവെങ്കിലും മിത്രമായ ഉക്രൈന് ആയുധം നൽകുന്ന ഇസ്രായേലിനെ അടിക്കാൻ ഇറാന് വടി കൊടുക്കുന്നത് റഷ്യ. ഇറാനാണ് നമുക്ക് എണ്ണയും വാതകവും തരുന്നതെങ്കിലും അവരെ തകർക്കാൻ നോക്കുന്ന ഇസ്രായേലാണ് നമ്മുടെ മിത്രം. ഇപ്പൊ വട്ടമൊത്തോ? ഇല്ല അല്ലെ? എന്നാൽ ഇതുകൂടി പിടിച്ചോ. ഇന്ത്യയെ വെട്ടാൻ പൈസ ഇല്ലാതെ വലഞ്ഞ പാക്കികൾക്ക് വായ്പ കൊടുത്തത് IMF-ന്റെ മൂത്താപ്പ അമേരിക്ക. അവിടെ പാക്കിന് വേണ്ടി വോട്ട് ചെയ്തത് ഇസ്രായേൽ. ഇതിൽ പ്രതിഷേധിച്ച് പാക്ക് വെട്ടിയെ നമ്മൾ ശ്രീ വെട്ടിയാക്കി. ശുഭം. ഇതാണ് അബ്ദുൽ ലത്തീഫ് എഴുതുന്ന പോസ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം തലകറങ്ങുന്ന പോലെ ഉണ്ടാവില്ലേ? ഇതാണ് ലോകത്തിലെ അവസ്ഥ. അപ്പോ ആരോടാണ് ആത്മാർത്ഥത എന്ന് മനസ്സിലായില്ലേ?